ഹലോ, ഇന്നലെ അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 86 റൺസിന് ചുരുട്ടിക്കെട്ടി 12 കളിയിൽ നിന്ന് 16 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ GT ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത് ടോസ് നഷ്ടപ്പെട്ടിട്ട് ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് അവർക്ക് 2 ഓവർ കഴിഞ്ഞപ്പോഴേക്കും കാര്യം മനസ്സിലായി, പിച്ച് വളരെ സ്ലോ ആണ്. അവർ മനോഹരമായി കളിച്ചു. സായ് സുദർശൻ 61 റൺസ്, പിന്നെ വാഷിംഗ്ടൺ സുന്ദറിന്റെ 50 റൺസ്. 20 ഓവറിൽ 168 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ അവർക്ക്, ഇത് 5 വിക്കറ്റിന്. നോക്കൂ, ഈ ടൂർണമെന്റിലെ ഏറ്റവും നല്ല ശക്തമായ ബാറ്റിംഗ് പവറുള്ള ടീമാണ് സൺറൈസേഴ്സ്. അവർക്ക് ഈ 168 റൺസ് എടുക്കാൻ കഴിയാണ്ട് 86 റൺസിന് ഓൾ ഔട്ടായി 14.5 ഓവറിൽ. നോക്കൂ, ശക്തമായ ബൗളിംഗ് ആയിരുന്നു ആരുടെ, മറ്റേ ഗുജറാത്ത് ടൈറ്റൻസിന്റെ. നോക്കൂ, ട്രാവിസ് ഹെഡ് 0, 6 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ, പിന്നെ നമ്മൾ 11 റൺസ് എടുത്ത ഇഷാൻ കിഷൻ, ദെൻ സ്മരൻ രവിചന്ദ്രൻ 9 റൺസ്, ഒരു 23-കാരനാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള, കർണാടകയിൽ നിന്നുള്ള. അയാൾ 9 റൺസ്. അത് കഴിഞ്ഞ് ഹെൻറിച്ച് ക്ലാസൻ 14 റൺസ്, പിന്നെ സലീൽ അറോറ 16 റൺസ്. നിങ്ങൾ നോക്കൂ, ഈ കളിയിലെ മറ്റേ SRSന്റെ ടോപ്പ് സ്കോർ അറിയോ നിങ്ങൾക്ക്? 19 റൺസ് എടുത്ത പാറ്റ് കമ്മിൻസ്. നമ്മുടെ സിറാജ് 1 വിക്കറ്റ് എടുത്തു, റഷീദ് ഖാൻ 1 വിക്കറ്റ് എടുത്തു. പിന്നെ 28 റൺ വിട്ടുകൊടുത്ത് 4 ഓവറിൽ 3 വിക്കറ്റ് എടുത്ത കഗീസോ റോബർട്ടാണ് മാൻ ഓഫ് ദ മാച്ച്. പിന്നെ നമ്മൾ 20 റൺസ് വിട്ടുകൊടുത്തിട്ട് 3 വിക്കറ്റ് മറ്റേ വെസ്റ്റ് ഇൻഡീസ് ഫാസ്റ്റ് ബോളർ എടുത്തു. നോക്കൂ, 14 പോയിന്റ് ജേസൺ ഹോൾഡർ 14.5 ഓവറിൽ ചുരുട്ടി കെട്ടി. ഈ നോക്കൂ, ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം, ഇന്ന് ന്യൂ റായ്പൂര് നമ്മൾ RCB KKR ഏറ്റുമുട്ടും. ഇന്ന് RCB ജയിക്കുകയാണെങ്കിൽ RCB 16 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് വരും, കാരണം റൺ റേറ്റ് കൂടുതൽ RCBക്കാണ്. ദെൻ GT 2ാം സ്ഥാനത്തേക്ക്.